ഹായ്, നമ്മൾ ഗോവൻ ട്രിപ്പിൽ ഒരു 3 ദിവസത്തെ 4 ദിവസത്തെ ഗോവൻ ട്രിപ്പിലേക്ക് വന്നിട്ടുള്ളത്. സാധാരണ ഗോവയിലേക്ക് വരുന്ന ആൾക്കാർ മാഡ്ഗോണിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത് സൗത്ത് ഗോവയിൽ പെടുന്ന സ്ഥലമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെയുള്ള സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് ഗോവയിലേക്ക്. അതിലേക്ക് വരാണെങ്കിൽ ഏറ്റവും നല്ല സ്റ്റേഷൻ തിവിമാണ്. തിവിമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഇന്നലെ നേത്രാവതി കയറിയിട്ട് ഇന്ന് രാവിലെ പിന്നെ തിവിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തിരുമല വന്നതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പല ടൈപ്പ് ഓഫ് ലോഞ്ച് ഉണ്ട്. നല്ല AC ലോഞ്ച് ഉണ്ട്. അതിന് പെർ അവർ 100 റുപ്പീസിനൊക്കെയുള്ള സാധനമുണ്ട്. പിന്നെ റൂം ഫെസിലിറ്റീസ്, അതുപോലെ പിന്നെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് പിന്നെ രാവിലെ കുറച്ചും കൂടി പിന്നെ ലൈവായതിന് ശേഷമാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പിന്നെ റെൻ്റ് കാറ്, ഓട്ടോ അല്ലെങ്കിൽ ബൈക്ക് ഒക്കെ ഇവിടെ റെൻറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാം പുറത്തുണ്ട്. അതിൻ്റെ റേറ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, കം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് തിവിമിൽ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ലൈവാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതാ നമ്മളെ ടീമെല്ലാം. ഇത് തിവിം സ്റ്റേഷൻ്റെ പിറകിലെ ടാക്സി സ്റ്റാൻഡാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ടാക്സി പിടിച്ചിട്ട് നമുക്ക് പിന്നെ ഗോവ കറങ്ങാൻ വേണ്ടിയിട്ട് മൊത്തം ടാക്സി ഇവിടുന്ന് കിട്ടും. അതേപോലെ നല്ല മാർക്കറ്റ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ബസ് സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് നോർത്ത് ഗോവയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ ഒരു ബസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടുന്ന് ബസ് കിട്ടും. ഇത് അവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. നമ്മളവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ ചില സമയങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ഒക്കെ വേറെ തന്നെയാണ്. ഗോവൻ ട്രിപ്പിൽ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറയുന്നത് നോർത്ത് ഗോവയാണ്. നോർത്ത് ഗോവയിലെ ഒരു ഫേമസ് ബീച്ചാണ് ബാഗ ബീച്ച്. ബാഗ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരുപാട് ഹോട്ടൽ റൂംസ്, അതുപോലെ ഹോം സ്റ്റേസ് എല്ലാം ഉള്ള സ്ഥലമാണിത്. ഇവിടെ സ്കൂട്ടിയും ബൈക്കും ഒക്കെ കിട്ടും. അതുപോലെ കാറ് റെൻറ്റിന് കിട്ടും. എല്ലാം ഏകദേശം ഒരു റീസണബിൾ റേറ്റിനായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ നമുക്ക് ബീച്ചിലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പല റേഞ്ചിലുള്ള ഹോട്ടൽസാണ്. സ്വിമ്മിംഗ് പൂൾ ഉള്ളതും ഇല്ലാത്തതും പല ഫെസിലിറ്റീസ് വ്യത്യാസമുള്ള ഹോട്ടൽസൊക്കെ ഉണ്ട്. അതിനുള്ള താരിഫും വ്യത്യാസമുണ്ട്. എന്തായാലും ബാഗ ബീച്ചിനടുത്ത് തന്നെ പറ്റുമെങ്കിൽ സ്റ്റേ ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈസിയായിട്ട് നമുക്ക് ബീച്ചിലേക്ക് റീച്ചബിൾ ആണ്. ഇത് ബാഗ ബീച്ചിലുള്ള ഒരുപാട് ഹോട്ടൽസാണ്. ബീച്ച് സൈഡിലുള്ള നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അവരെല്ലാം ബീച്ച് സൈഡിലുള്ള ഹോട്ടൽസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രാത്രിയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിഫറെൻറ്റ് വൈബാണ്. ഒരുപാട് ആൾക്കാർ ഇതിനായിട്ട് രാത്രി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരും. ഇത് നമുക്ക് എത്ര സമയമാണെങ്കിലും നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്, എൻജോയ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഈ നൈറ്റ് നമ്മൾ നോർത്ത് ഗോവ കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് അവിടുന്ന് സ്കൂട്ടിയാണ്. സ്കൂട്ടി ഒരു 400-500 റുപ്പീസ് പെർ ഡേ കിട്ടും. നമുക്ക് 2 പേർക്ക് സുഖമായിട്ട്. അവിടെ ട്രാഫിക് റൂൾസ് എല്ലാം കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസകരമായൊരു സംഭവമാണ്. നമുക്ക് ലഞ്ചൊക്കെ കിട്ടിയത് നല്ല ലക്ഷറിയസ് ലഞ്ച്, അടിപൊളി താലി. അതിൽ നല്ല അയില ഫ്രൈ ഉണ്ട്, അതുപോലെ മാന്തൽ ഫ്രൈ ഉണ്ട്, ഒക്കെ ചേർന്നിട്ടുള്ള കിടിലം. ഗോവൻ എക്സ്പ്ലോറിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ബീച്ച് എക്സ്പ്ലോറിംഗ് ആണ്. അപ്പോൾ അവിടെ ഗോവയിൽ ഇപ്പോൾ ബീച്ച് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അറേബ്യൻ സീ. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ബീച്ച്, അതായത് ഒന്ന് അറംബോൾ ബീച്ച്, അതുപോലെ ബാഗ ബീച്ച്, അഞ്ജുന ബീച്ച്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പല പേരിൽ ബീച്ചുകളുണ്ട്. പക്ഷേ ഓരോ ബീച്ചിനും അതിൻ്റെതായ ബ്യൂട്ടിയും അതിൻ്റെതായ ഡിഫറൻസും ഉണ്ട്. പിന്നെ അവിടുത്തെ കാഴ്ചകൾ, അതുപോലെ സീഷോറിലുള്ള പ്രത്യേകതകൾ. ഗോവയിലെ ടൗൺഷിപ്പിൽ ട്രാഫിക് റൂൾസ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ, അത് കേരളത്തിൽ നിന്ന് വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞാലും ശരി, അവിടുന്ന് റെൻറ്റിന് ബൈക്കോ കാറോ എന്തെടുത്താലും ശരി, പാർക്കിംഗ് അല്ലാത്ത സ്ഥലത്ത് നിന്ന് പാർക്ക് ചെയ്താൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് നമ്മുടെ ടൗണിൽ കണ്ട നല്ലൊരു ലൈബ്രറിയാണ്, മീൻസ് ബുക്ക് സ്റ്റാള്. ടൗണിൽ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു. നല്ല നീറ്റായിട്ട് നല്ല സിസ്റ്റമാറ്റിക്കായിട്ടെല്ലാം ഒരുക്കിയിട്ടുണ്ട്.
പിന്നെ വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ പറയുന്ന ഒരുപാട് കാസിനോസ് ഉണ്ട്, കാസിനോവകളുണ്ട്. ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് കാസിനോകളുണ്ട്. അതിൽ ബിഗ് ഡാഡിയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഓൾമോസ്റ്റ് ബിഗ്ഗസ്റ്റ് വൺ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഇതവിടുത്തെ ഒരു ഫേമസ് ചേർച്ചാണ്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. മുകളിൽ അവിടെ അങ്ങ് മുകളിൽ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ട് മേലോട്ട് കയറാൻ വിടുന്നില്ല. മാത്രമല്ല ഇവിടുന്നാണെങ്കിൽ തന്നെ ചെറിയ സ്കേർട്ടിട്ട ഗേൾസിനെ ലേഡീസിനെ ഒന്നും അങ്ങോട്ടേക്ക് പെർമിറ്റ് ചെയ്യുന്നില്ല. അവിടെ അതവിടെ പ്രൊഹിബിറ്റഡ് ആണെന്ന് പുറത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ക്ലോസ്ഡ് ആണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറാനും കഴിയില്ല. എന്നാലും കുറച്ചും കൂടി ആൻഷ്യൻ്റ് ആയിട്ടുള്ള ചേർച്ച്, പോർച്ചുഗീസിൻ്റെ സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള ചേർച്ചുകളും അതുപോലെ ഒരുപാട് ഫോർട്ടുകളൊക്കെ അവിടെ കാണാനുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഗോവയിൽ മറ്റൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് കാസിനോവയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് വലിപ്പമുള്ള പല താരീഫിലുള്ള കാസിനോവാസ് ഉണ്ട്. അതിൽ ബിഗ്ഗസ്റ്റ് വൺ നേരത്തെ പറഞ്ഞ ബിഗ് ഡാഡിയാണ്. പിന്നെ മെജസ്റ്റിക് ഉണ്ട്. നമ്മൾ ഏറെക്കുറെ പിന്നെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു സാധനം മെജസ്റ്റിക് നമ്മൾ ഓപ്റ്റ് ചെയ്ത് അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് പല താരീഫുണ്ട്, 3000, 4000, 2500, അങ്ങനെ പല രീതിയിലുള്ള റേഞ്ചിലുള്ള താരീഫുണ്ട്. നമ്മളിത് ആദ്യം ഒരു വലിയൊരു ക്രൂയിസറിൽ ആണ് നമ്മൾ മജസ്റ്റിക് എന്ന് പറയുന്ന ഷിപ്പിലേക്ക് പോവുക. ഷിപ്പ് കുറച്ചും കൂടി ദൂരെയാണ്. ഇത് കാസിനോയിൽ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സ്ലിപ്പാണ് റിസ്റ്റിന് കെട്ടാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് ഓരോ കളറുണ്ട്, ഓരോ എമൗണ്ടിനനുസരിച്ചിട്ട് ഇത് കെട്ടിയിട്ടാണ് നമ്മൾ കാസിനോയിൽ കയറേണ്ടത്. ഓക്കെ, നമ്മൾ ക്രൂയിസിൽ കയറിയിട്ട് നമ്മുടെ മജസ്റ്റിക്കിലേക്കോ ബിഗ് ഡാഡിയിലേക്കോ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് കാസിനോവാസ് നമുക്ക് ഈ പറയുന്ന കടലിൽ കാണാം. ഇതൊക്കെ കരയിൽ നിന്നും നിശ്ചിത കിലോമീറ്റർ അപ്പുറത്ത് കുറച്ച് ദൂരെ വെച്ചിട്ടാണ് ഇത്തരം കാസിനോവാസ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ബിഗ് ഡാഡി ഉണ്ട്. ഇതുപോലെ 3-4 ഫ്ലോറിൽ ഫുൾ. നമ്മൾ മജസ്റ്റിക് കാസിനോവയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. എന്തായാലും കാസിനോവയുടെ മൊത്തം എക്സ്പീരിയൻസ് ചെയ്യാനും എന്തൊക്കെയാണ് നമുക്ക് അത് കാണാനൊക്കെ ഉള്ളതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പിന്നെ മജസ്റ്റിക്കിലേക്ക് ഇപ്പോൾ പോകുന്നത്. ഇത് അവിടുത്തെ ബൊഫെ ഹോട്ടലാണ് ഈ പറയുന്ന കാസിനോവയിലുള്ളത്. നമ്മളിപ്പോൾ താരീഫിന് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ ഫുഡ്, അതുപോലത്തെ പിന്നെ നമുക്ക് വേണ്ട ജ്യൂസസ്, മറ്റ് ലിക്കറും ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവരത് കഴിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ അൺലിമിറ്റഡ് ബുഫേ സിസ്റ്റമാണ്. പിന്നെ കുട്ടികൾക്ക് ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മറ്റൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട്. ആക്ച്വലി ഇത് ഫാമിലീസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് കാസിനോവാസ്. നമ്മൾ സാധാരണ കേട്ടിരിക്കുക ഒരുപാട് ചൂതാട്ടവും അതുപോലെ ഗെയിംസും അല്ലെങ്കിൽ ഡ്രിങ്ക്സിനും വേണ്ടി മാത്രം വരുന്ന സ്ഥലമാണെന്നല്ല. ആക്ച്വലി പിന്നെ ഫുഡൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാവും. പിന്നെ കുറേ ഡാൻസും പരിപാടിയും അതുപോലെ പിന്നെ നല്ല വാസ്റ്റായിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഉള്ളിൽ. ഒരു ഷിപ്പിൽ നമുക്ക് മനസ്സിലാവില്ല എന്താ ആക്ച്വലി ഇത് ഷിപ്പ് തന്നെയാണോ അല്ലയോ എന്നുള്ളത് തന്നെ മനസ്സിലാവില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സംഭവം മൊത്തം കാസിനോയുടെ ഉള്ളിൽ മൊത്തം ഒരുക്കിയിട്ടുള്ളത്.